കല്ലുമ്മക്കായി നിറച്ചു പൊരിക്കുന്ന വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സീക്രട്ട് റെസിപ്പി എനിക്ക് അതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയതാണേ. വൈകുന്നേരമായിരുന്നു അച്ഛൻ കല്ലുമ്മക്കായി കൊണ്ടുവന്നത്. നിറച്ചു പൊരിക്കാന്നുള്ളത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അധികമൊന്നും കുതിർത്ത് വെച്ച് അരക്കാൻ പറ്റിയിട്ടില്ല. പുട്ടുപൊടിയും പത്തിരിപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇന്ന് മാവ് ഉണ്ടാക്കിയത് കേട്ടോ. ആദ്യം തന്നെ മാവ് വലിയൊരു പാത്രത്തിലെടുത്താൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ആക്കാട്ടോ. പുട്ടുപൊടി, പത്തിരിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി. അതിനുശേഷം നമ്മളൊരു മിക്സി എടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് പെരുജീരകം ഇട്ടിട്ട് ഇത് ഈ കല്ലുമ്മക്കായി ഇങ്ങനെ പച്ചക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കട്ടോ. കുറച്ച് തേങ്ങ കൂടി ഇട്ടിട്ട് വേണേ അരക്കാൻ. അതിനുശേഷം നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഓരോ കല്ലുമ്മക്കായി എടുത്ത് ഇങ്ങനെ നിറച്ച് കൊടുക്കട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടി ഉള്ളതുകൊണ്ട് വേഗം തീർന്നേ. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും കല്ലുമ്മക്കായി ഇഷ്ടമായതുകൊണ്ട് തന്നെ കല്ലുമ്മക്കായി മാർക്കറ്റിലുണ്ടെങ്കിൽ ഉറപ്പായും ഞങ്ങളെ വീട്ടിലും ഉണ്ടാവും. വെന്ത് വന്ന കല്ലുമ്മക്കായി ഓരോന്നതിൽ പൊളിച്ചെടുത്തതിന് ശേഷം ഉപ്പ്, മുളക്, മഞ്ഞപ്പൊടിയുള്ള മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. ഓരോ ട്രിപ്പ് പൊരിക്കുന്നതിനപ്പം ഉപ്പ് നോക്കാനും മുളക് നോക്കാനും എടുത്തെടുത്തെടുത്ത് ലാസ്റ്റ് ഇതേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇത് തന്നെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കട്ടെ. അപ്പം ബൈ.